പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ദില്ലി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തിനരികെ കണ്ണീരോടെ ഭർത്താവിന് വിട പറയുന്ന ഭാര്യ ഹിമാൻഷിയുടെ ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു. ഏപ്രിൽ 16-ന് വിവാഹിതരായ നവദമ്പതികൾ മധുവിധു ആഘോഷിക്കാനെത്തിയപ്പോഴായിരുന്നു ഭീകരാക്രമണമുണ്ടായത്. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. ജീവിതം ആരംഭിക്കും മുമ്പേ പിരിയേണ്ടി വന്ന പാതി ജീവനെ നോക്കി കണ്ണീരോടെ ഹിമാൻഷി ആത്മാവിന് ശാന്തി നേർന്നു. ഹിമാൻഷിയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വൈകാരിക നിമിഷങ്ങളായിരുന്നു ദില്ലി വിമാനത്താവളത്തിൽ. ഏപ്രിൽ 16-നായിരുന്നു ഹരിയാന കർണാൽ സ്വദേശി വിനയ് നർവാളിന്റെയും ഗുരുഗ്രാം സ്വദേശിനി ഹിമാൻഷിയുടെയും വിവാഹം. കൊച്ചിയിലെ നേവി ഓഫീസറായ വിനയും ഭാര്യ ഹിമാൻഷിയും മധുവിധു ആഘോഷിക്കാൻ 21-നാണ് കശ്മീരിലെത്തിയത്. യൂറോപ്പിൽ മധുവിധു ആഘോഷിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും വിസ ലഭിക്കാത്തതിനാൽ കശ്മീരിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ ആഘോഷം നീണ്ടുനിന്നില്ല. ഭീകരരുടെ വെടിയേറ്റ് ഹിമാൻഷിക്ക് മുന്നിലാണ് വിനയ് നർവാൾ മരിച്ചു വീണത്. വിനയുടെ മൃതദേഹത്തിനരികെ ഇരിക്കുന്ന ഹിമാൻഷിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. ദില്ലി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തിൽ അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹം ജന്മനാടായ കർണാൽ ഏറ്റുവാങ്ങി. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നാവികസേന പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകി. പൊതുദർശനത്തിന് ശേഷം ജന്മനാട് വിനയ് നർവാളിന് യാത്രാമൊഴി നൽകി. വെറും 6 ദിവസത്തെ മാത്രം ജീവിതം സമ്മാനിച്ച് കടന്നുപോയ പ്രിയതമന് ഹിമാൻഷിയും വിട നൽകി. കൈരളി ന്യൂസ്, ദില്ലി.